ആദ്യത്തെ യൂണിറ്റിൽ ആദ്യത്തെ 2 ലെസൺ എടുത്തു കഴിഞ്ഞു. ഏതാ 3 L's ഓഫ് എംപവർമെൻറ്റും എനി വുമണും. ആദ്യത്തത് ഒരു സ്പീച്ചായിരുന്നു, രണ്ടാമത്തത് ഒരു പോയാണ്. ഇനി മൂന്നാമത്തെ ചാപ്റ്ററാണ് മാച്ച് ബോക്സ്. ഇതൊരു സ്റ്റോറിയാണ്. ആഷ പൂർണ ദേബി ആണ് ഓദർ. അതിൽ ഒരു ക്യാരക്ടർ രണ്ടെണ്ണം. അവ നോമിത, അജിത്ത്. അതിൽ വുമൺസ് എംപവർമെൻറ്റിൻ്റെ ആണല്ലോ ഇതിൽ പറയുന്നത്. അതുകൊണ്ട് നോമിതാസ് ക്യാരക്ടർ അതിനെ സ്ട്രെസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു സ്റ്റോറി. അവർ തുടങ്ങുന്നത് ഐ ആൾവേസ് കമ്പയർ വുമൺ ടു മാച്ച് ബോക്സസ്. ഐ ആൾവേസ് കമ്പയർ വുമൺ ടു മാച്ച് ബോക്സസ്. ഓദർ സേസ് ദാറ്റ് ഷീ ആൾവേസ് കമ്പയർ വുമൺ ടു മാച്ച് ബോക്സസ്. മാച്ച് ബോക്സിനോടാണ് കമ്പയർ. അതിന് കാരണവും പറയണം. എന്താ കാരണം? മാച്ച് ബോക്സ് contains enough gunpowder to make 100 langas burn, but they sit here and there, meek and innocent. അതായത് അവിടെയും ഇവിടെയും വലിച്ചെറിയുന്നതാണ് മാച്ച് ബോക്സ്, ശ്രദ്ധിക്കാതെ ഇടുന്നത്. അതിന് പറയാണ് ഷീ കമ്പയേഴ്സ് വുമൺ ടു മാച്ച് ബോക്സസ് ബിക്കോസ് ഓഫ് ദ വേ മാച്ച് ബോക്സസ് ആർ എന്താണുള്ളത്? ഈവൺ ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ, വേണ്ടത്ര ഗൺ പൗഡർ വെടിമരുന്ന്, ടു സെറ്റ് 100 ലങ്കാസ് എ ഫ്ലൈം. 100 ലങ്കാസ്, ലങ്കയാണല്ലോ കത്തിച്ചത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 100 ലങ്കാസ് എ ഫ്ലൈം ബേൺ. 100 കണക്കിന് ലങ്കകൾ കത്തിക്കാനുള്ള ഗൺ പൗഡർ ഇതിലുണ്ട്, തീപ്പെട്ടിയിലുണ്ട്. ദേ സിറ്റ് അറൗണ്ട് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. എങ്ങനെയായിരിക്കുന്ന? മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്, നിഷ്കളങ്കരായിട്ട്, നിർദോഷികളായിട്ട്, പാവങ്ങളായിട്ട് ഇരിക്കണം. എവിടേക്കാ? ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദർ എന്നിവ. അടുക്കളയിൽ, പാൻട്രി കലവറയിൽ, ഇൻ ദ ബെഡ്റൂമിൽ, ഹിയർ, ദർ എന്നിവ. എവിടെയും ഇവിടെയൊക്കെ, എവിടെയെന്ന് വെച്ചാൽ അവിടെ. ലൈക്ക് വുമൺ ആർ എക്സാക്ട്ലി ദ സെയിം. അതേപോലെ തന്നെയാണ് സ്ത്രീകൾ. അതായത് സ്ത്രീകളിലും എന്തുണ്ട്? ഇനഫ് ഗൺ പൗഡർ ടു മേക്ക് 100 ലങ്കാസ് ബേൺ. അപ്പോൾ ആശാ പൂർണ ദേബി compare women to matchboxes because matchboxes are enough gunpowder to set 100 langas burn, but they sit around meek and innocent in kitchen, in the pantry, in the bedroom, here and there, anywhere. അതായത് 100 കണക്കിന് ലങ്കകളെ കത്തിക്കാനുള്ള ഗൺ പൗഡർ വെടിമരുന്നുണ്ടെങ്കിലും തീപ്പെട്ടി അടുക്കളയിൽ, കലവറയിൽ, ബെഡ്റൂമിൽ, എവിടെയെങ്കിലുമൊക്കെ മീക്ക് ആൻഡ് ഇന്നസെൻ്റായിട്ട്, നിർദോഷികളായിട്ട് കഴിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾ. ഷീ ഗിവ്സ് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ എന്താ കാണിച്ചിരുന്നുണ്ട്, പറയാണ്. ദെൻ ലുക്ക് കെയർഫുള്ളി അറ്റ് ദാറ്റ് എനോർമസ് 3-story ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് us. എനോർമസ്, വെരി ബിഗ്, വളരെ വലിയ. 3-story ഹൗസ്, 3 നിലകളുള്ളൊരു കെട്ടിടം. ഇൻ ഫ്രണ്ട് ഓഫ് us, നമ്മുടെ മുന്നിൽ അതാ 3 നിലകളുള്ള ഒരു വലിയ കെട്ടിടം. അങ്ങോട്ട് നോക്കാം എന്ന് പറയും. വൺ സൺഡേ മോർണിംഗ്, ഒരു ഞായറാഴ്ച രാവിലെ. ഇറ്റ് ഈസ് സൺഡേ മോർണിംഗ്. ദ വാഷർമാൻ ഹാസ് കം ആൻഡ് ഈസ് വെയിറ്റിംഗ്. Washerman has come to collect dirty clothes. He is waiting for clothes. തുണി കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. Moments before handing over a heap of Ajit's dirty clothes to the washerman, Nomida goes through the pockets one last time and discovers a letter. Moments before handing over a heap എന്ന് പറഞ്ഞൊരു കൂമ്പാരം, അതായത് ഒരുപാടുണ്ട്, ഡർട്ടി ക്ലോത്ത്സ് ടു വാഷർമാൻ,
വാഷർമാന് ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ്, ഹാൻഡിങ് ഓവർ എന്നാണ് കൊടുക്കുക, ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പ് നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ്. നോമിത ആ പോക്കറ്റുകളൊക്കെ നോക്കി. നോമിത അജിത്സ് വൈഫ്. നോമിത ഗോസ് ത്രൂ ദ പോക്കറ്റ്സ്. ആ പോക്കറ്റുകളൊക്കെ തപ്പി നോക്കി. വൺ ലാസ്റ്റ് ടൈം, അവസാനമായിട്ട്. ആൻഡ് ഡിസ്കവേഴ്സ് ദ ലെറ്റർ. ഷീ ഡിസ്കവേഴ്സ് എ ലെറ്റർ. ഷീ ഗോട്ട് എ ലെറ്റർ. അതിനൊരു ലെറ്റർ കിട്ടും ചെയ്തു. അപ്പോൾ ഇവിടെ നോമിത ഗോട്ട് എ ലെറ്റർ ഫ്രം അജിത്സ് പോക്കറ്റ്. അജിത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി. എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് എൻവലപ്പ് വിത്ത് ഇറ്റ്സ് മൗത്ത് ടോൺ ആൻഡ് ഓൺ ദ എൻവലപ്പ് നോമിതാസ് നെയിം. ഷീ ഡിസ്കവേഴ്സ് എ ലെറ്റർ. അതെങ്ങനത്തതായിരുന്നു? ഇറ്റ് വാസ് എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് ആൻഡ് ടോൺ എൻവലപ്പ് വിത്ത് നോമിതാസ് നെയിം. ഇറ്റ് ഈസ് എ ട്വിസ്റ്റഡ് ക്രംബിൾഡ് ആൻഡ് ടോൺ എൻവലപ്പ് വിത്ത് നോമിതാസ് നെയിം. നോമിതയുടെ പേരിലുള്ള, അഡ്രസ്സിലുള്ള ഒരു കത്ത്. അതെങ്ങനത്തതാ? ഒരു എൻവലപ്പ്. അത് ട്വിസ്റ്റഡ് ആൻഡ് ക്രംബിൾഡ്, ചുരുട്ടിക്കൂട്ടിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് മൗത്ത് ടോൺ, അത് തുറന്നിട്ടുണ്ട്. തുറന്നൊരു കത്ത് കിട്ടി. അത് നോമിതാസ് നെയിം. സഡൻലി നോമിത ഗോട്ട് ആംഗ്രി ഓർ നോമിത ബിക്കെയിം ഫ്യൂരിയസ്. അത് കണ്ടതും നോമിതയ്ക്ക് ദേഷ്യം വരികയാണ് ചെയ്തത്. നോമിതയുടെ ദേഷ്യത്തിൻ്റെ തന്നെ പറയണേ. എ ഫ്ലെയിം ഗോസ് അപ്പ് ഡോപ്പ് ഇൻ ആൾ നോമിതാസ് നെർവ്സ് ആൻഡ് വെയിൻസ്. നോമിതയുടെ ശരീരമാസകലം, നെർവ്സ് ആൻഡ് വെയിൻസ്. എന്താ ഉണ്ടായത്? ഒരു ഫ്ലെയിം, കത്തൽ, തല തൊട്ട് അടി തൊട്ട് മുടി വരെ എന്നൊക്കെ പറയണ്ടല്ലോ, ഫുള്ളായി ഒരു കത്തൽ. നെർവ്സ് ആൻഡ് വെയിൻസ്. ഷീ ഡ്രോപ്സ് ദ ക്ലോത്ത്സ് ഇൻ ഹെർ ഹാൻഡ്. ഷീ ഡ്രോപ്പ്ഡ് ദ ക്ലോത്ത്സ് ആൻഡ് സറ്റ് ഓൺ ദ ബെഡ്. ഷീ ഓപ്പൻഡ് ദ ലെറ്റർ. ഡ്രോപ്പ്ഡ് ദ ക്ലോത്ത്സ്, തുണികൾ അവിടെ ഇട്ടു. ഷീ ആൻഡ് സിറ്റ്സ് ഓൺ ദ ബെഡ് ടു ഓപ്പൺ ദ ലെറ്റർ. സറ്റ് ഓൺ ദ ബെഡ്, ബെഡിലിരുന്നു. ആൻഡ് ഓപ്പൻഡ് ദ ലെറ്റർ, ലെറ്റർ തുറന്നു. ഫസ്റ്റ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. അതിൽ ആദ്യം നോക്കിയത് എന്തായിരുന്ന? ഡേറ്റാണ് നോക്കിയത്. ഫസ്റ്റ് ഷീ ലുക്സ് അറ്റ് ഈസ് ദ ഡേറ്റ്. ഗോയിങ് ബൈ ദ ഡേറ്റ്, the letter must have come about 3 days earlier. Going by the date, the letter had come at least 3 days ago. At least 3 days ago. The letter had come 3 days ago. Then she turns over the envelope. അത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ടേൺസ് ഓവർ ദ എൻവലപ്പ് തുറന്നു, എൻവലപ്പ് നോക്കി. ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. അതിലുള്ള പോസ്റ്റ് മാർക്ക് ഡേറ്റിനെ മാച്ച് ചെയ്യണുണ്ടോ നോക്കി. അതായത് ഷീ ടേൺസ് ഓവർ ദ എൻവലപ്പ് ആൻഡ് മാച്ചസ് ദ പോസ്റ്റ് മാർക്ക് ടു ദ ഡേറ്റ്. ദാറ്റ് ഷീ ഫൗണ്ട് ദാറ്റ് ഇറ്റ് ടു ബെയേഴ്സ് ദ സെയിം വിറ്റ്നസ്. അത് തന്നെയാണ്, ഒരേ വിറ്റ്നസ്, സാക്ഷിയാണ് എന്ന് മനസ്സിലായി. ദ ലെറ്റർ ഹാഡ് കം 3 days ago, as is clear from the postmark. The letter had come 3 days ago and it is clear from the postmark. അങ്ങനെ she found a letter in Ajit's pocket, and from the envelope and the date she understand that the letter had came 3 days ago. Ajit has opened it and read it. അജിത്ത് അത് തുറന്ന് വായിച്ചതാണ്. ദെൻ ക്രംബിൾഡ് ഇറ്റ് ആൻഡ് ട്വിസ്റ്റഡ് ഇറ്റ്
and dropped it into his pocket and left it there. അത് twisted and crumbled it. അതായത് ചുരുട്ടി മടക്കി and dropped it into his pocket. പോക്കറ്റിലിട്ടു. Hasn't felt the need to mention it even once to Nomida. He hasn't felt the need to mention it to Nomida. He did not think it necessary to speak about it to Nomida. അത് നോമിതയോട് പറയണം എന്നാൽ വിചാരിച്ചതേയില്ല. അതായത് അത്യാവശ്യമാണ് പറയണം എന്ന് കരുതിയതേയില്ല. മെൻഷൻ എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. ഹി ഹാസിൻറ്റ് ഫെൽറ്റ് ദ നീഡ്, അതായത് ഹി ഡിഡ് നോട്ട് തിങ്ക് ടു മെൻഷൻ ഇറ്റ് ടു നോമിത. അത് നോമിതയോട് പറയണം എന്ന് വിചാരിച്ചതേയില്ല. The flame that had gone up, dropped now, burns steadily, hissing, sounding its note on each of her mind strings. The flame of anger, അതായത് ദേഷ്യത്തിൻ്റെ അത്തിനാളം, ദാറ്റ് ഹാഡ് ഗോൺ അപ്പ്, അതതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തി, അങ്ങേയറ്റെത്തി. ഹാഡ് ഗോൺ അപ്പ്, ഡോപ്പ് നൗ, ബേൺസ് സ്റ്റഡിലി, നിന്ന് കത്താൻ തുടങ്ങി. ഹിസ്സിങ് എന്ന് പറഞ്ഞാൽ നോയ്സ് ഓഫ് എ സ്നേക്ക്, അതായത് പാമ്പ് ചീറ്റുന്നത് മാതിരി ചീറ്റിക്കൊണ്ട്. സൗണ്ടിങ് ഇറ്റ്സ് നോട്ട് ഓൺ ഈച്ച് ഓഫ് ഹെർ മൈൻഡ്സ് സ്ട്രിങ്സ്, മനസ്സിൻ്റെ തന്ത്രികളിലൊക്കെ അതങ്ങോട്ട് ചൂടാവാൻ തുടങ്ങി. മനസ്സിലൊക്കെ ആകപ്പാടെ ഷീ ബിക്കെയിം വെരി ഫ്യൂറിയസ്, ഒരുപാട് ദേഷ്യം, അങ്ങേയറ്റം ദേഷ്യം. ബിക്കോസ് ദിസ് ഇൻസിഡൻറ്റ് ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, അങ്ങനെ ദേഷ്യം വരാൻ കാരണമുണ്ട്. ദിസ് ഇൻസിഡൻറ്റ്, ഈ സംഭവം, ഈസ് നോട്ട് എ കാഷ്വൽ ഓവർസൈറ്റ്, ഒരു കാഷ്വൽ ഓവർസൈറ്റ് അല്ല. ബട്ട് എ ഡെലിബ്രേറ്റ്, ഇറ്റ് ഈസ് ഡെലിബ്രേറ്റ് മനഃപൂർവമായിട്ടുള്ളത്. ഇറ്റ് ഈസ് ഡെലിബ്രേറ്റ് ആക്ഷൻ ഓഫ് അജിത്തിൻ്റെ ഡെലിബ്രേറ്റ് മനഃപൂർവമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്, ആക്ഷനാണ്. അതുകൊണ്ടാണ് നോമിത ബിക്കെയിം ഫ്യൂറിയസ്. അജിത്സ് ഹാബിറ്റ് ഓഫ് റീഡിങ് ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു ഹെർ മേക്സ് ഹെർ ഫ്യൂറിയസ്. അജിത്ത് ഹാബിറ്റ് ഉണ്ട്, ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ സ്വഭാവമാണുള്ളത്. എന്ത്? ടു റീഡ് ലെറ്റേഴ്സ്, റീഡിങ് ഓഫ് ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു ഹിസ് വൈഫ്, ഭാര്യയുടെ അഡ്രസ്സിൽ വന്ന കത്തുകൾ വായിക്കുക എന്നുള്ളത്. സംടൈംസ് ഹി ഡസ് നോട്ട് ഈവൻ ഷോ ഹെർ ദ ലെറ്റേഴ്സ്, ചിലപ്പോൾ ഒന്നും കാണിച്ചു കൊടുക്കും കൂടെ ചെയ്യാറില്ല. സോ ഇറ്റ് മേക്സ് ഹെർ ഫ്യൂറിയസ്. അതുകൊണ്ടാണ് അത് അവളെ അങ്ങേയറ്റം എന്താക്കി മാറ്റിയത്? ഫ്യൂറിയസ് ആക്കിയിട്ട് മാറ്റിയത്. അതിൽ ഒരു 2 ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ആർ വുമൺ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്? അത് പറഞ്ഞല്ലോ. ബിക്കോസ് ഓഫ് ദ വേ, ബിക്കോസ് മാച്ച് ബോക്സ് കണ്ടെയ്ൻസ് എന്ത്? ഇനഫ്, അല്ലെങ്കിൽ കണ്ടെയ്ൻസ് ഇനഫ് ഗൺ പൗഡർ ടു മേക്ക് 100 langas burn. But they sit around meek and innocent in the kitchen, in the pantry, in the bedroom, in fact, in any place. So they are compared to, matchboxes. പിന്നുള്ളത് വാട്ട് മേക്സ് നോമിത ഫ്യൂറിയസ് എന്നാണ് അടുത്ത ചോദ്യം. അജിത്സ് ഹാബിറ്റ് ടു റീഡിങ് ലെറ്റേഴ്സ് അഡ്രസ്ഡ് ടു ഹെർ മേക്സ് ഹെർ ഫ്യൂറിയസ്. ആൻഡ് ഒന്നും കൂടെ ഉണ്ടല്ലോ, ഹി ഡസ് നോട്ട് ഈവൻ ഷോ ഹെർ ദ ലെറ്റേഴ്സ്. ദിസ് മേക്ക് നോമിത ഫ്യൂറിയസ്. അതാണ് നോമിതയെ ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തത്. അത് നോട്ടുണ്ട്, അത് എഴുതിയെടുക്കണം. നാളേക്ക് അന്നെന്നുള്ളത് അന്നന്ന് പഠിക്കും.